ഓൾ വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ജാനുവരി 4-ാം തീയതി നടക്കുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിലെ ശാന്തി എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പൂജയിൽ ഏത് മന്ത്രം കൊണ്ടാണ് വ്യാപകം ചെയ്യുന്നത്? ഓപ്ഷൻ ബി മൂലം. പൂജയിൽ ഏത് മന്ത്രം കൊണ്ടാണ് വ്യാപകം ചെയ്യുന്നത്? മൂലം. ഗണപതിയുടെ വാഹനം ഏത്? ഓപ്ഷൻ എ എലി. ഗണപതിയുടെ വാഹനം എലി. അഷ്ടാംഗങ്ങളും പഞ്ചാംഗങ്ങളും കൂടി ന്യസിക്കുന്നത് ഏത് ദേവനാണ്? ഓപ്ഷൻ ഡി വിഷ്ണു. അഷ്ടാംഗങ്ങളും പഞ്ചാംഗങ്ങളും കൂടി ന്യസിക്കുന്നത് ഏത് ദേവനാണ്? വിഷ്ണു. വിഷ്ണുവിൻ്റെ വലിയ ബലിപീഠത്തിൽ അധിവസിക്കുന്ന ദേവത ഏത്? ഓപ്ഷൻ ഡി ഹരിസേനൻ. വിഷ്ണുവിൻ്റെ വലിയ ബലിപീഠത്തിൽ അധിവസിക്കുന്ന ദേവത ഹരിസേനൻ. ഏത് വിരൽ കൊണ്ടാണ് പൂജയ്ക്ക് ചന്ദനം കുറി തൊടേണ്ടത്? ഓപ്ഷൻ സി മോതിര വിരല്. ഏത് വിരൽ കൊണ്ടാണ് പൂജയ്ക്ക് ചന്ദനം കുറി തൊടേണ്ടത്? മോതിര വിരല്. സുബ്രഹ്മണ്യൻ്റെ ഉപചാര മന്ത്രം ഏത്? ഓപ്ഷൻ സി ഓം നമ ഷൺമുഖായ. സുബ്രഹ്മണ്യൻ്റെ ഉപചാര മന്ത്രം ഓം നമ ഷൺമുഖായ. നവഗ്രഹങ്ങളിൽ വ്യാഴം ഏതു ദിശയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ ഡി വടക്ക്. നവഗ്രഹങ്ങളിൽ വ്യാഴം ഏത് ദിശയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്? വടക്ക്. ശാസ്താവിൻ്റെ നിർമാല്യധാരി മന്ത്രം ഏത്? ഓപ്ഷൻ സി ഘോഷവതയേ നമഃ. ശാസ്താവിൻ്റെ നിർമാല്യധാരി മന്ത്രം ഘോഷവതയേ നമഃ. ക്ഷേത്രത്തിൻ്റെ ഏത് ഭാഗത്താണ് മാതൃബലി കല്ല് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി തെക്ക്. ക്ഷേത്രത്തിൻ്റെ ഏത് ഭാഗത്താണ് മാതൃബലിക്കല്ല് സ്ഥിതി ചെയ്യുന്നത്? തെക്ക്. ഇദം ശരീരം ക്ഷേത്രം എന്ന് പറയുന്ന ഗ്രന്ഥമേത്? ഓപ്ഷൻ ഡി ഭഗവത്ഗീത. ഇദം ശരീരം ക്ഷേത്രം എന്ന് പറയുന്ന ഗ്രന്ഥം ഭഗവത്ഗീത. ഷോഡശ ക്രിയകളിൽ 9-ാമത്തെ ക്രിയ ഏത്? ഓപ്ഷൻ സി ഉപനയനം. ഷോഡശ ക്രിയകളിൽ 9-ാമത്തെ ക്രിയ ഉപനയനം. സർപ്പക്കാവുകളിൽ ആരാധിക്കുന്ന ശിലാവിഗ്രഹത്തിനു പറയുന്ന പേരെന്ത്? ഓപ്ഷൻ സി ചിത്രകൂടക്കല്ല്. സർപ്പക്കാവുകളിൽ ആരാധിക്കുന്ന ശിലാവിഗ്രഹത്തിന് പറയുന്ന പേരെന്ത്? ചിത്രകൂടക്കല്ല്. അപാനമുദ്രയുടെ വിരലുകൾ ഏത്? ഓപ്ഷൻ ബി നടുവിരല് ചൂണ്ടാണി വിരല്. അപാനമുദ്രയുടെ വിരലുകൾ ഏത്? നടുവിരല് ചൂണ്ടാണി വിരല്. ശീവേലിക്ക് തെക്കുഭാഗത്ത് തൂവേണ്ട ദേവന്മാർ ഏതെല്ലാം? ഓപ്ഷൻ സി ഗണപതി ദക്ഷിണാമൂർത്തി. ശീവേലിക്ക് തെക്കുഭാഗത്ത് തൂവേണ്ട ദേവന്മാർ ഏതെല്ലാം? ഗണപതി ദക്ഷിണാമൂർത്തി. ശനിയുടെ വാഹനം ഏത്? ഓപ്ഷൻ ഡി കാക്ക. ശനിയുടെ വാഹനം കാക്ക. തന്ത്രസമുച്ചയത്തിൻ്റെ രചയിതാവാര്? ഓപ്ഷൻ സി ചേന്നാസ് നാരായണൻ നമ്പൂതിരിപ്പാട്. തന്ത്രസമുച്ചയത്തിൻ്റെ രചയിതാവ് ചേന്നാസ് നാരായണൻ നമ്പൂതിരിപ്പാട്. സുപ്രസിദ്ധ ക്ഷേത്രശില്പ ഗ്രന്ഥമേത്? ഓപ്ഷൻ ഡി വിശ്വകർമ്മ്യം. സുപ്രസിദ്ധ ക്ഷേത്രശില്പ ഗ്രന്ഥം ഏത്? വിശ്വകർമ്മ്യം. വൃത്തപ്രസാദത്തിന് പറയുന്ന പേരെന്ത്? ഓപ്ഷൻ എ ദ്രാവിഡം. വൃത്തപ്രസാദത്തിന് പറയുന്ന പേരെന്ത്? ദ്രാവിഡം. ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്? ഓപ്ഷൻ ഡി തിരുവിതാംകൂർ. ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്? തിരുവിതാംകൂർ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠിച്ച ദേവപ്രതിഷ്ഠ ആരുടേതാണ്? ഓപ്ഷൻ എ ശിവൻ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠിച്ച ദേവപ്രതിഷ്ഠ ആരുടേതാണ്? ശിവൻ. സുബ്രഹ്മണ്യൻ്റെ മൂലമന്ത്രമേത്? ഓപ്ഷൻ ബി ഓം വജത് ഭുവേ നമഃ. സുബ്രഹ്മണ്യൻ്റെ മൂലമന്ത്രം ഓം വജത് ഭുവേ നമഃ. ശിവന്റെ അസ്ത്രമന്ത്രമേത്? ഓപ്ഷൻ ഡി ഓം ശ്രീലീപ്ഷു ഹും ഫൾ. ശിവന്റെ അസ്ത്രമന്ത്രം ഓം ശ്രീലിപ്ഷു ഹും ഫൽ.
ഏത് ദേവനാണ് ഗോപിയായി ചന്ദനം കുറി തൊടുവാൻ പറയുന്നത്? ഓപ്ഷൻ എ വിഷ്ണു. ഏത് ദേവനാണ് ഗോപിയായി ചന്ദനം കുറി തൊടുവാൻ പറയുന്നത്? വിഷ്ണു. ഭസ്മം തൊടുവാനുള്ള മന്ത്രം ഏത്? ഓപ്ഷൻ ബി ഷണോദേവി. ഭസ്മം തൊടുവാനുള്ള മന്ത്രം ഏത്? ഷണോദേവി. ശാസ്താവിന്റെ വാഹനം ഏത്? ഓപ്ഷൻ ബി കുതിര. ശാസ്താവിന്റെ വാഹനം കുതിരയാണ്. സന്താനലബ്ധിക്കായി ഉരുളികമഴ്ത്തൽ വഴിപാട് നടത്തുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? ഓപ്ഷൻ ബി മണ്ണാറശാല. സന്താനലബ്ധിക്കായി ഉരുളികമഴ്ത്തൽ വഴിപാട് നടത്തുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? മണ്ണാറശാല. കേരളത്തിലെ ഏക തടാക ക്ഷേത്രം ഏത്? ഓപ്ഷൻ എ അനന്തപുരം ക്ഷേത്രം. കേരളത്തിലെ ഏക തടാക ക്ഷേത്രം ഏത്? അനന്തപുരം ക്ഷേത്രം. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലെ മൂർത്തി സ്വരൂപം ഏതാണ്? ഓപ്ഷൻ സി കിരാതമൂർത്തി. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലെ മൂർത്തി സ്വരൂപം ഏതാണ്? കിരാതമൂർത്തി. ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ തിരുവാഭരണങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം എവിടെയാണ്? ഓപ്ഷൻ സി പന്തളം കൊട്ടാരം. ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ തിരുവാഭരണങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം എവിടെയാണ്? പന്തളം കൊട്ടാരം. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ഓപ്ഷൻ സി ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഏതാണ്? ഓപ്ഷൻ ഡി വിളക്ക് തെളിയിക്കൽ. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഏതാണ്? വിളക്ക് തെളിയിക്കൽ. കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ സി മലനട. കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? മലനട. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്താണ്? ഓപ്ഷൻ ബി പാൽപായസം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്താണ്? പാൽപായസം. വള്ളംകളി ഉത്സവമായിട്ടുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം? ഓപ്ഷൻ സി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. വള്ളംകളി ഉത്സവമായിട്ടുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. ആറ്റുകാൽ പൊങ്കാല ഏതു മാസത്തിലാണ് നടത്തുന്നത്? ഓപ്ഷൻ എ കുംഭം. ആറ്റുകാൽ പൊങ്കാല ഏതു മാസത്തിലാണ് നടത്തുന്നത്? കുംഭം. ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏത്? ഓപ്ഷൻ ഡി തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രം. ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏത്? തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രം. വിഷ്ണു ക്ഷേത്രത്തിൽ എത്ര പ്രദക്ഷിണമാണ് പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ എ 4. വിഷ്ണു ക്ഷേത്രത്തിൽ എത്ര പ്രദക്ഷിണമാണ് പറഞ്ഞിരിക്കുന്നത്? 4. ജ്ഞാനപ്പാനയുടെ രചയിതാവാര്? ഓപ്ഷൻ സി പൂന്താനം. ജ്ഞാനപ്പാനയുടെ രചയിതാവാര്? പൂന്താനം. ഉത്സവകാലത്ത് കോഴിക്കല്ല് മൂടുന്ന സമ്പ്രദായം ഏത് ക്ഷേത്രത്തിലാണ്? ഓപ്ഷൻ എ കൊടുങ്ങല്ലൂർ ദേവി ക്ഷേത്രം. ഉത്സവകാലത്ത് കോഴിക്കല്ല് മൂടുന്ന സമ്പ്രദായം ഏത് ക്ഷേത്രത്തിലാണ്? കൊടുങ്ങല്ലൂർ ദേവി ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ മനുഷ്യ ശരീരത്തിലെ ഏത് സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ശിരസ്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ മനുഷ്യ ശരീരത്തിലെ ഏത് സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്? ശിരസ്. ക്ഷേത്രങ്ങളിൽ പൂജാസമയത്ത് തൂവുന്ന ബലിക്കല്ലേത്? ഓപ്ഷൻ എ അഗ്നി. ക്ഷേത്രങ്ങളിൽ പൂജാസമയത്ത് തൂവുന്ന ബലിക്കല്ലേത്? അഗ്നി. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ എത്ര തരം ഉത്സവങ്ങളെ പറയപ്പെടുന്നു? ഓപ്ഷൻ ബി 3. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ എത്ര തരം ഉത്സവങ്ങളെ പറയപ്പെടുന്നു? 3. വിഷ്ണുവിന് പ്രാധാന്യമുള്ള നക്ഷത്രം ഏത്? ഓപ്ഷൻ ഡി തിരുവോണം. വിഷ്ണുവിന് പ്രാധാന്യമുള്ള നക്ഷത്രം തിരുവോണം. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ്? ഓപ്ഷൻ ഡി ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ക്ഷേത്രം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. കേരളത്തിലെ കഥകളി വഴിപാടായി നടത്തുന്ന ക്ഷേത്രം ഏത്? ഓപ്ഷൻ ഡി തിരുവല്ലഭ ക്ഷേത്രം. കേരളത്തിലെ കഥകളി വഴിപാടായി നടത്തുന്ന ക്ഷേത്രം ഏത്? തിരുവല്ലഭ ക്ഷേത്രം. ശംഖനാദം മുഴക്കാത്ത ക്ഷേത്രം ഏത്? ഓപ്ഷൻ സി ഇക്കരെ കൊട്ടിയൂർ. ശംഖനാദം മുഴക്കാത്ത ക്ഷേത്രം ഇക്കരെ കൊട്ടിയൂർ. രാവിലെ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം ഏത്? ഓപ്ഷൻ ഡി തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം. രാവിലെ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം ഏത്? തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം. രാമായണ മാസം എന്നറിയപ്പെടുന്ന മലയാള മാസം ഏത്? ഓപ്ഷൻ എ കർക്കിടകം.
രാമായണ മാസം എന്നറിയപ്പെടുന്ന മലയാള മാസം കർക്കിടകം. കഴകക്കാർ ഇല്ലാത്ത ക്ഷേത്രം ഏത്? ഓപ്ഷൻ ബി രായിനെല്ലൂർ ഭഗവതി ക്ഷേത്രം. കഴകക്കാർ ഇല്ലാത്ത ക്ഷേത്രം ഏത്? രായിനെല്ലൂർ ഭഗവതി ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും വലിയ കൂത്തമ്പലം ഏത് ക്ഷേത്രത്തിലാണ് ഉള്ളത്? ഓപ്ഷൻ സി വടക്കുംനാഥൻ. കേരളത്തിലെ ഏറ്റവും വലിയ കൂത്തമ്പലം ഏത് ക്ഷേത്രത്തിലാണുള്ളത്? വടക്കുംനാഥൻ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. നിത്യേന ബ്രാഹ്മണിപ്പാട്ട് നടത്തി വരുന്ന കേരളത്തിലെ ക്ഷേത്രം ഏത്? ഓപ്ഷൻ സി തിരുഐരാണിക്കുളം ക്ഷേത്രം. നിത്യേന ബ്രാഹ്മണിപ്പാട്ട് നടത്തി വരുന്ന കേരളത്തിലെ ക്ഷേത്രം തിരുഐരാണിക്കുളം ക്ഷേത്രം. കേരളത്തിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഓപ്ഷൻ ഡി കോട്ടയം. കേരളത്തിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയം. ഗ്രഹണം ബാധിക്കാത്ത ക്ഷേത്രം ഏത്? ഓപ്ഷൻ ഡി തിരുവാർപ്പ്. ഗ്രഹണം ബാധിക്കാത്ത ക്ഷേത്രം തിരുവാർപ്പ്. കേരളത്തിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രം ഏതാണ്? ഓപ്ഷൻ ഡി വൈക്കം മഹാദേവ ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രം ഏതാണ്? വൈക്കം മഹാദേവ ക്ഷേത്രം. സൂര്യഗായത്രിയുടെ ദേവത ഏത്? ഓപ്ഷൻ സി സവിതാവ്. സൂര്യഗായത്രിയുടെ ദേവത ഏത്? സവിതാവ്. വൈശാഖ മാസത്തിൽ നട തുറന്ന് ഭക്തജനങ്ങൾക്ക് പ്രവേശനമുള്ള ക്ഷേത്രം ഏതാണ്? ഓപ്ഷൻ ഡി കൊട്ടിയൂർ. വൈശാഖ മാസത്തിൽ നട തുറന്ന് ഭക്തജനങ്ങൾക്ക് പ്രവേശനമുള്ള ക്ഷേത്രം ഏതാണ്? കൊട്ടിയൂർ. മത്തവിലാസം കൂത്ത് ഏത് ദേവന്റെ ക്ഷേത്രങ്ങളിലാണ് നടത്തപ്പെടുന്നത്? ഓപ്ഷൻ എ ശിവൻ. മത്തവിലാസം കൂത്ത് ഏത് ദേവന്റെ ക്ഷേത്രങ്ങളിലാണ് നടത്തപ്പെടുന്നത്? ശിവൻ. തോൽപ്പാവക്കൂത്ത് ഏത് പുരാണത്തിന്റെ ഭാഗമായാണ് പ്രദർശിപ്പിക്കുന്നത്? ഓപ്ഷൻ എ കമ്പരാമായണം. തോൽപ്പാവക്കൂത്ത് ഏത് പുരാണത്തിന്റെ ഭാഗമായാണ് പ്രദർശിപ്പിക്കുന്നത്? കമ്പരാമായണം. പൂജയ്ക്ക് പ്രാണായാമം ചെയ്യുമ്പോൾ ഏതെല്ലാം വിരലുകൾ ചേർത്താണ് നാസികയിൽ പിടിക്കേണ്ടത്? ഓപ്ഷൻ ബി മോതിര വിരല്, തള്ളവിരല്. പൂജയ്ക്ക് പ്രാണായാമം ചെയ്യുമ്പോൾ ഏതെല്ലാം വിരലുകൾ ചേർത്താണ് നാസികയിൽ പിടിക്കേണ്ടത്? മോതിര വിരല്, തള്ളവിരല്. വലിയ പാണിക്ക് പ്രത്യേകമായി ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണത്തിന്റെ പേരെന്ത്? ഓപ്ഷൻ സി മരം. വലിയ പാണിക്ക് പ്രത്യേകമായി ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണത്തിന്റെ പേര് മരം. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ സി വള്ളത്തോൾ. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ വള്ളത്തോൾ. പന്നിയൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഏത് സങ്കല്പത്തിലാണ്? ഓപ്ഷൻ എ വരാഹമൂർത്തി. പന്നിയൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഏത് സങ്കല്പത്തിലാണ്? വരാഹമൂർത്തി. ഒരു നാലമ്പലത്തിൽ ശിവൻ, ശങ്കരനാരായണൻ, വിഷ്ണു എന്നീ ദേവന്മാരെ പ്രധാനമായി പ്രതിഷ്ഠിച്ച ക്ഷേത്രം ഏത്? ഓപ്ഷൻ സി തിരുവേഗപ്പുറം മഹാദേവ ക്ഷേത്രം. ഒരു നാലമ്പലത്തിൽ ശിവൻ, ശങ്കരനാരായണൻ, വിഷ്ണു എന്നീ ദേവന്മാരെ പ്രധാനമായി പ്രതിഷ്ഠിച്ച ക്ഷേത്രം ഏത്? തിരുവേഗപ്പുറം മഹാദേവ ക്ഷേത്രം. ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മൂലക്ഷേത്രം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏത്? ഓപ്ഷൻ ബി കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മൂലക്ഷേത്രം എന്നറിയപ്പെടുന്ന ക്ഷേത്രം കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. പ്രസിദ്ധമായ നെല്ലുവായി ധന്വന്തരി ക്ഷേത്രം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി തൃശൂർ. പ്രസിദ്ധമായ നെല്ലുവായി ധന്വന്തരി ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശൂർ. കേരളത്തിൽ 4 തന്ത്രിമാർ ഉള്ള ക്ഷേത്രം ഏതാണ്? ഓപ്ഷൻ ഡി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. കേരളത്തിൽ 4 തന്ത്രിമാർ ഉള്ള ക്ഷേത്രം ഏതാണ്? തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. പൂജയ്ക്ക് ചന്ദനം കുറിതൊടുവാനുള്ള മന്ത്രം ഏത്? ഓപ്ഷൻ എ മൂലം. പൂജയ്ക്ക് ചന്ദനം കുറിതൊടുവാനുള്ള മന്ത്രം മൂലം. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജയ്ക്ക് മണിയടിക്കാത്ത ക്ഷേത്രം ഏത്? ഓപ്ഷൻ സി ചമ്രവട്ടത്ത് അയ്യപ്പ ക്ഷേത്രം. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജയ്ക്ക് മണി അടിക്കാത്ത ക്ഷേത്രം ഏത്? ചമ്രവട്ടത്ത് അയ്യപ്പ ക്ഷേത്രം. അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രം സ്ത്രീകൾക്ക് അകത്തേക്ക് പ്രവേശിക്കുവാൻ അനുവാദമുള്ള ക്ഷേത്രം ഏത്? ഓപ്ഷൻ ബി തളിപ്പറമ്പ് ക്ഷേത്രം. അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രം സ്ത്രീകൾക്ക് അകത്തേക്ക് പ്രവേശിക്കുവാൻ അനുവാദമുള്ള ക്ഷേത്രം തളിപ്പറമ്പ് ക്ഷേത്രം. തത്വമസി എന്ന പദം ഏത് ഉപനിഷത്ത് വാക്യമാണ്? ഓപ്ഷൻ ബി ചന്ദികോപനിഷത്ത്. തത്വമസി എന്ന പദം ഏത് ഉപനിഷത്ത് വാക്യമാണ്? ചന്ദികോപനിഷത്ത്. ഛന്ദസ് ആദ്യം തൊടുന്നത് എവിടെ നിന്നാണ്? ഓപ്ഷൻ സി ശിരസ്. ഛന്ദസ് ആദ്യം തൊടുന്നത് എവിടെ നിന്നാണ്? ശിരസ്. ചിലന്തിയമ്പലം എന്ന പേരിൽ പ്രസിദ്ധി നേടിയ ക്ഷേത്രം ഏത്? ഓപ്ഷൻ ബി പള്ളിയറ ക്ഷേത്രം. ചിലന്തിയമ്പലം എന്ന പേരിൽ പ്രസിദ്ധി നേടിയ ക്ഷേത്രം ഏത്? പള്ളിയറ ക്ഷേത്രം. ഭദ്രകാളിയുടെ മൂലമന്ത്രം ഏത്? ഓപ്ഷൻ സി ഓം ഐം ക്ലീം സൗഹ ഹ്രീം
ഭദ്രകാളി നമഃ. ഭദ്രകാളിയുടെ മൂലമന്ത്രം ഏത്? ഓം ഐം ക്ലിം സൗഹ ഹ്രീം ഭദ്രകാളിയെ നമഃ. ഒറ്റക്കൽ മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏത്? ഓപ്ഷൻ ബി ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം. ഒറ്റക്കൽ മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏത്? ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം. പൂജയിൽ ആവാഹനയിൽ ഹൃദയത്തിൽ എത്തിയാൽ ജപിക്കേണ്ട മന്ത്രം ഏത്? ഓപ്ഷൻ ഡി ഉപചാരം. പൂജയിൽ ആവാഹനയിൽ ഹൃദയത്തിലെത്തിയാൽ ജപിക്കേണ്ട മന്ത്രം ഉപചാരം. തൃപ്പൂത്തുത്സവം നടക്കുന്ന ക്ഷേത്രം ഏത്? ഓപ്ഷൻ ബി ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. തൃപ്പൂത്തുത്സവം നടക്കുന്ന ക്ഷേത്രം ഏത്? ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. ചാക്യാർകൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണത്തിന്റെ പേരെന്ത്? ഓപ്ഷൻ ഡി മിഴാവ്. ചാക്യാർകൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണത്തിന്റെ പേരെന്ത്? മിഴാവ്. തിരുമാന്ധാം കുന്ന് ക്ഷേത്രത്തിൽ വിവാഹ തടസ്സം നീങ്ങുന്നതിനുള്ള മാംഗല്യ പൂജ നടത്തുന്നത് ഏത് ദേവീദേവന്മാർക്കാണ്? ഓപ്ഷൻ സി ഗണപതി. തിരുമാന്ധാം കുന്ന് ക്ഷേത്രത്തിൽ വിവാഹ തടസ്സം നീങ്ങുന്നതിനുള്ള മാംഗല്യ പൂജ നടത്തുന്നത് ഏത് ദേവീദേവന്മാർക്കാണ്? ഗണപതി. പുരാണങ്ങൾ എത്ര? ഓപ്ഷൻ ഡി 18. പുരാണങ്ങൾ എത്ര? 18. ഏത് മഹാരാജാവിന്റെ കാലത്താണ് ശ്രീപത്മനാഭ സ്വാമി ടെമ്പിൾ ട്രസ്റ്റ് തുടങ്ങിയത്? ഓപ്ഷൻ എ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഏത് മഹാരാജാവിന്റെ കാലത്താണ് ശ്രീപത്മനാഭ സ്വാമി ടെമ്പിൾ ട്രസ്റ്റ് തുടങ്ങിയത്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഗുരുവായൂരിൽ പ്രതിഷ്ഠ നടത്തിയത് ആരാണെന്നാണ് വിശ്വാസം? ഓപ്ഷൻ ബി ഗുരുവും വായുവും. ഗുരുവായൂരിൽ പ്രതിഷ്ഠ നടത്തിയത് ആരാണെന്നാണ് വിശ്വാസം? ഗുരുവും വായുവും. കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ സി മാനവേദൻ. കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? മാനവേദൻ. തിരുവഞ്ചിറ എന്ന ജലാശയത്തിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം? ഓപ്ഷൻ എ കൊട്ടിയൂർ. തിരുവഞ്ചിറ എന്ന ജലാശയത്തിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം കൊട്ടിയൂർ. ഏഴരപ്പൊന്നാന എഴുന്നള്ളിപ്പ് നടത്താറുള്ള കേരളത്തിലെ ക്ഷേത്രം ഏത്? ഓപ്ഷൻ സി ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. ഏഴരപ്പൊന്നാന എഴുന്നള്ളിപ്പ് നടത്താറുള്ള കേരളത്തിലെ ക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. പറയിപെറ്റ പന്തിരുകുലത്തിലെ അവസാനത്തെ അംഗം ദൈവമായി ആരാധിക്കപ്പെടുന്ന ക്ഷേത്രം? ഓപ്ഷൻ എ വായില്ല കുന്നിലപ്പൻ ക്ഷേത്രം. പറയിപെറ്റ പന്തിരുകുലത്തിലെ അവസാനത്തെ അംഗം ദൈവമായി ആരാധിക്കപ്പെടുന്ന ക്ഷേത്രം വായില്ല കുന്നിലപ്പൻ ക്ഷേത്രം. പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടുന്ന വാദ്യം ഏത്? ഓപ്ഷൻ ബി കൊമ്പ്. പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടുന്ന വാദ്യം കൊമ്പ്. മഹാഭാരതത്തിൽ എത്ര പർവ്വങ്ങളുണ്ട്? ഓപ്ഷൻ ഡി 18. മഹാഭാരതത്തിൽ എത്ര പർവ്വങ്ങളുണ്ട്? 18 പർവ്വങ്ങൾ. ആദിശങ്കരാചാര്യർ സ്ഥാപിച്ച മഠം എവിടെയാണ് ഉള്ളത്? ഓപ്ഷൻ എ ദ്വാരക. ആദിശങ്കരാചാര്യർ സ്ഥാപിച്ച മഠം എവിടെയാണുള്ളത്? ദ്വാരക. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉപദേവതകളുള്ള ക്ഷേത്രം? ഓപ്ഷൻ ബി തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉപദേവതകളുള്ള ക്ഷേത്രം തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം. കേരളത്തിലെ തെറിപ്പാട്ടാചാരമായ ക്ഷേത്രം? ഓപ്ഷൻ ഡി കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. കേരളത്തിൽ തെറിപ്പാട്ട് ആചാരമായ ക്ഷേത്രം കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. കേരളത്തിലെ ഏക സൂര്യക്ഷേത്രം? ഓപ്ഷൻ ബി ആദിത്യപുരം ക്ഷേത്രം. കേരളത്തിലെ ഏക സൂര്യക്ഷേത്രം ആദിത്യപുരം ക്ഷേത്രം. ആദിത്യപുരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ആദ്യത്തെ ക്ഷേത്രം? ഓപ്ഷൻ സി അരുവിപ്പുറം ശിവക്ഷേത്രം. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ആദ്യത്തെ ക്ഷേത്രം അരുവിപ്പുറം ശിവക്ഷേത്രം. ശിവന്റെ വാദ്യമായി കണക്കാക്കുന്നത് ഏത്? ഓപ്ഷൻ എ ഡമരു. ശിവന്റെ വാദ്യമായി കണക്കാക്കുന്നത് ഏത്? ഡമരു. വിഷ്ണുവിന്റെ ഗദയുടെ പേരെന്ത്? ഓപ്ഷൻ എ കൗമോദകി. വിഷ്ണുവിന്റെ ഗദയുടെ പേര് കൗമോദകി. അദ്വൈതം എന്ന സിദ്ധാന്തത്തെ വ്യാഖ്യാനിച്ച് സ്ഥാപിച്ച ആചാര്യൻ? ഓപ്ഷൻ ഡി ശങ്കരാചാര്യർ. അദ്വൈതം എന്ന സിദ്ധാന്തത്തെ വ്യാഖ്യാനിച്ച് സ്ഥാപിച്ച ആചാര്യൻ ശങ്കരാചാര്യർ. കേരളത്തിൽ സാധാരണ ജനഹൃദയങ്ങളിൽ രാമകഥ പ്രചരിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്കുവഹിച്ച കൃതി? ഓപ്ഷൻ ബി അധ്യാത്മരാമായണം കിളിപ്പാട്ട്. കേരളത്തിൽ സാധാരണ ജനഹൃദയങ്ങളിൽ രാമകഥ പ്രചരിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്കുവഹിച്ച കൃതി അധ്യാത്മരാമായണം കിളിപ്പാട്ട്. ഭഗവത്ഗീത മഹാഭാരതത്തിലെ ഏത് പർവ്വത്തിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ ഭീഷ്മപർവം. ഭഗവത്ഗീത മഹാഭാരതത്തിലെ ഏത് പർവ്വത്തിൽ സ്ഥിതി ചെയ്യുന്നു? ഭീഷ്മപർവം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിവിധ നിറത്തിലുള്ള പൊടികൾ ഉപയോഗിച്ച് ക്ഷേത്രങ്ങളിൽ
ദേവീദേവന്മാരുടെ രൂപങ്ങൾ വരയ്ക്കുന്ന സമ്പ്രദായത്തിൻ്റെ പേര്? ഓപ്ഷൻ സി കളമെഴുത്ത്. വിവിധ നിറത്തിലുള്ള പൊടികൾ ഉപയോഗിച്ച് ക്ഷേത്രങ്ങളിൽ ദേവീദേവന്മാരുടെ രൂപങ്ങൾ വരയ്ക്കുന്ന സമ്പ്രദായത്തിൻ്റെ പേര് കളമെഴുത്ത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്